നമസ്കാരം. മണ്ണിൻ്റെ പുതിയ ലക്കത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തൃശ്ശൂർ കുന്നംകുളത്തെ പൂക്കൃഷിയെക്കുറിച്ചാണ് ഈ ആഴ്ച ആദ്യം. 70-ാം വയസ്സിലും കൃഷിയിലും പശുപരിപാലനത്തിലും സജീവമായ കോഴിക്കോട്ടെ ഒരു കർഷകനെയും ഈ ലക്കത്തിൽ കാണാം. മലയാളിക്ക് ഓണപ്പൂക്കളം ഒരുക്കാൻ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് പൂവെത്തണമെന്ന അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് കുന്നംകുളം മേഖലയിലെ കർഷക കൂട്ടായ്മകൾ. ഈ പ്രദേശത്ത് 20 ഏക്കറോളം സ്ഥലത്താണ് ഇത്തവണ പൂക്കൃഷി ചെയ്തിരിക്കുന്നത്. കുന്നംകുളം മേഖലയിലെ 5 പഞ്ചായത്തുകളിലാണ് വിവിധ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ പൂക്കൃഷി നടത്തിയത്. കർഷക കൂട്ടായ്മകൾ, ക്ലബ്ബുകൾ, കുടുംബശ്രീ യൂണിറ്റുകൾ തുടങ്ങിയവയുടെ ആഭിമുഖ്യത്തിലായിരുന്നു കൃഷി. കഴിഞ്ഞ വർഷം 5 ഏക്കർ സ്ഥലത്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത പൂക്കൃഷി വിജയമായതോടെയാണ് ഇത്തവണ 20 ഏക്കർ സ്ഥലത്തേക്ക് വ്യാപിപ്പിച്ചത്. കുന്നംകുളം കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇത്തവണ 20ഓളം ഏക്കറിൽ ചെണ്ടമല്ലി കൃഷി ചെയ്തിട്ടുണ്ട്. അത് വലിയ വിജയമായി കാണുകയാണ്. കഴിഞ്ഞ തവണ 5 ഏക്കറിലാണ് കൃഷി ചെയ്തത്. അതിൽ നിന്നുണ്ടായ ആ വിജയമാണ് ഇത്തവണ 20 ഏക്കറിലേക്ക് വ്യാപിപ്പിക്കാനുള്ള പ്രചോദനം ഉണ്ടായിട്ടുള്ളത്. അത് കുന്നംകുളം കർഷക കൂട്ടായ്മ എന്നൊരു കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് കടവല്ലൂർ, പോർക്കുളം, കാട്ടകാമ്പാൽ, കുന്നംകുളം മുനിസിപ്പാലിറ്റി, ചൂണ്ടൽ എന്നീ പഞ്ചായത്തുകളിലായി കൃഷി ഇറക്കിയിട്ടുള്ളത്. വിവിധ ക്ലബ്ബുകൾ, കർഷക കൂട്ടായ്മകൾ, കുടുംബശ്രീ യൂണിറ്റുകളെ കൂടിയിട്ടാണ് ഈ വലിയ സംരംഭത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വെള്ള, മഞ്ഞ, ഓറഞ്ച് നിറങ്ങളിലുള്ള പൂക്കളാണ് ഇത്തവണ കൃഷി ചെയ്തിരിക്കുന്നത്. ഗുണ്ടൽപേട്ടിൽ നിന്നാണ് കൃഷിക്കാർക്ക് ആവശ്യമായ തൈകൾ കൊണ്ടുവന്നത്. കൃഷിയാണെങ്കിലും പരമാവധി ജൈവവളങ്ങൾ മാത്രമാണ് ഉപയോഗിച്ചത്. മഴക്കാലമായതിനാൽ ജലസേചനം കാര്യമായി ചെയ്യേണ്ടി വന്നില്ല. ഇപ്പം നമ്മൾ തൈയാണ് കൊണ്ടുവരുന്നത്. അതിൽ വെള്ള തൈയിന് 4 രൂപയും മഞ്ഞയ്ക്കും മറ്റേ ചുവന്ന ഓറഞ്ചിനും 2.5 രൂപയുമാണ് അവർ ഈടാക്കുന്നത്. അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 10% തൈ അവിടുന്ന് വണ്ടിയിൽ കൊണ്ടുവന്ന് നഷ്ടപ്പെട്ടു പോകും. അത് ഇവിടെ കൊണ്ടുവരികയും ഇതുപോലെ ഏരിയെടുക്കുകയും ഇതിൽ മറ്റേ തൈ നടുമ്പോൾ തന്നെ നമ്മൾ ജൈവവളമാണ് പ്രധാനം. ഇതിപ്പോൾ ജൈവത്തിൻ്റെ പ്രസക്തി ഉണ്ടായിട്ടല്ല, പക്ഷേ പരമാവധി ഉപയോഗിച്ചാൽ തന്നെയാണ്. ചാണകപ്പൊടി, എല്ലുപൊടി, ഫാക്റ്റിൻ്റെ ജൈവവളം, ഇത് 3ഉം കൂടി നമ്മൾ ആ കുണ്ടിലിട്ട് തൂർത്ത് മഴക്കാലമാണ് എന്നുള്ളതുകൊണ്ട് നനയ്ക്കേണ്ടി വന്നില്ല. അതിലിടയ്ക്ക് ഒരു 15 ദിവസം അടുപ്പിച്ച് വെയിലായപ്പോൾ 2 തവണ നനയ്ക്കേണ്ട സ്ഥിതി ഉണ്ടായി. അതിനുശേഷം ഒരു 15 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ചുകൂടി വളമിട്ട് മണ്ണ് കയറ്റി. കേരളത്തിലെ കാലാവസ്ഥ പൂക്കൃഷിക്ക് പൂർണ്ണമായും അനുകൂലമല്ല. പ്രതികൂല കാലാവസ്ഥ കാരണം കുറെ ചെടികൾ നശിച്ചു പോകാനിടയായി. എങ്കിലും ഗുണ്ടൽപേട്ടിലും മറ്റും ലഭിക്കുന്നതിന്റെ 70% വിളവ് കുന്നംകുളത്തെ പൂക്കൃഷിയിൽ നിന്ന് ലഭിച്ചു. കൃഷിവകുപ്പിന്റെ പൂർണ്ണ പിന്തുണയും പൂക്കൃഷിക്ക് ഉണ്ടായിരുന്നു. ഒരു തവണ അതിന് ഇത് വല്ലാത്തൊരു കരിച്ചിൽ
ഒരു വേര് ചെയ്യുന്ന രീതിയിൽ കരിഞ്ഞു പോകുന്നൊരു സൂക്കേട് കാണുകയുണ്ടായി. അപ്പോൾ നമ്മുടെ ഡോക്ടർ സ്മിത ജോണാണ് ഇവിടുത്തെ കൃഷി ഓഫീസർ. അവർ എല്ലാ തോട്ടങ്ങളും സന്ദർശിച്ച് അതിനാവശ്യമായ മരുന്ന് പ്രയോഗം നടത്തി ഒരു പരിധിവരെ അത് പിടിച്ചെടുത്താൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാറ്റിനും ഈ പറഞ്ഞ പോലെ നമ്മൾ കുറ്റിയടിച്ച് അല്ലെങ്കിൽ അത് പൂവിൻ്റെ കനം കൊണ്ട് വീഴുക. മഴ പെയ്തോടുകൂടി പൂക്കളിലെല്ലാം വെള്ളം നിൽക്കുമ്പോൾ വലിയ തോതിലും മറിഞ്ഞു വീഴും. അപ്പോൾ നമ്മൾ ഒരു 25 ഗ്രാം ഒരു പൂവിൻ്റെ തൂക്കം തന്നെ നമ്മൾ കഴിഞ്ഞ തവണ നമുക്കത് അത്ര വലിപ്പത്തിലുള്ള പൂവ് കിട്ടുകയുണ്ടായി. നമ്മൾ മനസ്സിലാക്കി കൊടുത്തുള്ള ഗുണ്ടൽപേട്ടിന് അവിടെയൊക്കെ ഉണ്ടാകുന്ന വിളവിൻ്റെ ഒരു 70% ഇവിടെ ഉണ്ടാക്കിയിടാൻ കഴിയുന്നതാണ് നമ്മുടെ അനുഭവങ്ങൾ തെളിയിക്കുന്നത്. പൂക്കൃഷി കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിച്ചതോടെ കുന്നംകുളം മേഖലയിൽ ഇത്തവണ അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള പൂവരവ് കുറഞ്ഞു. കോളേജുകളും സ്കൂളുകളും പൂക്കള മത്സരങ്ങൾക്കായി നേരത്തെ തന്നെ പൂക്കൾ ബുക്ക് ചെയ്തിരുന്നു. ഇതിനു പുറമെ കൃഷിയിടങ്ങൾക്ക് മുന്നിൽ തന്നെ പൂവിൽപ്പന കേന്ദ്രങ്ങൾ തുറന്നു. കർഷക കൂട്ടായ്മയുടെ ഇടപെടൽ മൂലം വിപണിയിൽ പൂവില ഒരു പരിധിവരെ കുറയ്ക്കാനും കഴിഞ്ഞു. കഴിഞ്ഞ തവണയൊക്കെ കുന്നംകുളം മേഖലയിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള പൂവിൻ്റെ പകുതി എത്തേണ്ടതുള്ളൂ. ഇപ്പം അതിനോട് പൂക്കച്ചവടക്കാർ വലിയ നമ്മളെ സമീപിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പൂക്കച്ചവടക്കാർക്ക് ആ വൻതോതിൽ പൂവ് കൊടുക്കാനുള്ളൊരു പരിപാടിയില്ല. തീർച്ചയായിട്ടും വിപണിയിൽ പൂവിൻ്റെ വില നിയന്ത്രിക്കാൻ വേണ്ടി കഴിയും. ഇത്തരം തോട്ടങ്ങളിൽ ഉണ്ടാക്കുന്ന ഉൽപ്പാദിപ്പിക്കുന്ന പൂക്കളെല്ലാം വിൽക്കാൻ ആവശ്യമായ വില, ഒരു നിശ്ചിത വില, അത് ചൂഷണം ചെയ്യാത്ത രീതി. ഓണക്കാലത്ത് പൂക്കൾ വാങ്ങുന്നവരെ ധാരാളം ആവശ്യക്കാർ വരും. അവരെ ചൂഷണം ചെയ്യാത്ത രീതിയിൽ ഒരു മിതമായ വിലക്ക് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടൽ കൂടി കർഷക കൂട്ടായ്മ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പൂക്കൃഷിയിൽ നിന്നുള്ള വരുമാനം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാനാണ് ക്ലബ്ബുകളുടെ തീരുമാനം. വർഷങ്ങളായി പച്ചക്കറി കൃഷിയും ജൈവ നെൽകൃഷിയും ചെയ്യുന്ന ക്ലബ്ബുകളും കൂട്ടായ്മകളുമാണ് ഇത്തവണ പൂക്കൃഷിയിൽ ഏർപ്പെട്ടത്. കഴിഞ്ഞ വർഷം പരീക്ഷണാടിസ്ഥാനത്തിലാണ് 1 ഏക്കറോളം വരുന്ന സ്ഥലത്ത് പൂക്കൃഷി നടത്തിയത്. ഈ വർഷം 4 സ്ഥലങ്ങളിലായി 5 ഏക്കറോളം വരുന്ന സ്ഥലത്ത് 15,000-ഓളം വരുന്ന ചെണ്ടമല്ലി, വാടാർമല്ലി തൈകളാണ് കൃഷി ചെയ്യുന്നത്. 70ഓളം വരുന്ന മെമ്പർമാരുടെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ വിജയമാണ് ഈ സംരംഭം. കഴിഞ്ഞ 4 വർഷമായി ജൈവ ചീരകൃഷിയും ജൈവ പച്ചക്കറി കൃഷിയും നടത്തി ക്ലബിന് വലിയ ഒരു ഫണ്ട് ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭം മുഴുവനായും കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അടുത്ത വർഷം പൂക്കൃഷി കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിപ്പിക്കാനാണ് പദ്ധതി. ഇപ്പോൾ തന്നെ നിരവധി കൂട്ടായ്മകൾ കൃഷിയുടെ സാധ്യതകൾ അന്വേഷിക്കുന്നുണ്ട്. കുടുംബശ്രീ യൂണിറ്റുകളെ ഉപയോഗിച്ച് അടുത്ത വർഷം തൈകളും ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാനാണ് ശ്രമം. ഇതോടെ പൂക്കൃഷിയുടെ ചെലവ് നന്നേ കുറയും. വല്ലാത്ത രീതിയിലുള്ള അന്വേഷണങ്ങൾ അടുത്ത തവണ തീർച്ചയായും ഒരു 100 ഏക്കറിലേക്ക് വ്യാപിപ്പിക്കാൻ ആവശ്യമായൊരു അന്വേഷണങ്ങൾ എത്തിയിട്ടുണ്ട്. ഇത്തവണ അങ്ങനെ അന്വേഷിച്ച് ചോദിച്ചവർക്കെല്ലാം തൈകൾ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞില്ല എന്ന ഒരു കുറവ് നിലനിൽക്കുകയാണ്. അടുത്ത വർഷം നമ്മൾ ഇതാവശ്യമായ ലക്ഷക്കണക്കിന് തൈകൾ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കുടുംബശ്രീ സംരംഭങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇതിനാവശ്യമായ തൈകൾ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ പരിശ്രമം നടത്തുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇപ്പോഴുള്ള ചെലവും കുറയും, ആവശ്യത്തിന് തൈകൾ കൊടുക്കാനും കഴിയും. അപ്പോൾ അടുത്ത വർഷം തീർച്ചയായും വലിയ രീതിയിൽ ഇത് വ്യാപിപ്പിക്കാനാകും. എല്ലാ മേഖലയിലും അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുകയാണ് ഈ കർഷക കൂട്ടായ്മകളുടെ ലക്ഷ്യം.
കൃഷിക്കാരുടെ കൂട്ടായ്മയിലൂടെ എല്ലാ രംഗത്തും സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തിലേക്കുള്ള കാൽവെപ്പാണ് പൂക്കൃഷിയിലെ വിജയവും. ലക്ഷ്യമെന്ന് പറയുന്നത് മറ്റെല്ലാ മേഖലയിലുള്ളതുപോലെ തന്നെ അന്യ സംസ്ഥാനങ്ങളെ എല്ലാറ്റിനും ആശ്രയിക്കുന്ന ഒരു സ്ഥിതിയാണ് കേരളത്തിനുള്ളത്. ഒരു നല്ല അവബോധം കേരളത്തിൽ ഉണ്ടായി വരുന്നുണ്ട്. പച്ചക്കറി ആയാലും നെല്ലായാലും എല്ലാറ്റിനും ഇവിടെ കൃഷി ചെയ്യണമെന്ന രീതിയിലുള്ള ഒരു താല്പര്യം പ്രത്യേക യുവാക്കളിൽ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിനെ പരിപോഷിപ്പിക്കുക, ശക്തിപ്പെടുത്തുക, അത് ജൈവ രീതിയിലാക്കുക, അതിനാവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്യുക, കൃഷിക്കാരെ കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കുക, അവർ ഉൽപ്പന്നങ്ങൾ കർഷക കൂട്ടായ്മ വാങ്ങുകയും അത് വിപണിയിൽ എത്തിക്കുകയും ചെയ്യുക എന്ന മഹത്തായ ലക്ഷ്യമാണ് കർഷക കൂട്ടായ്മയ്ക്കുള്ളത്. അപ്പോൾ അതാണ് ഇത്തവണ പൂക്കൃഷിയിലേക്ക് കൂടി അങ്ങനെ ഒരു കൂട്ടായ്മ വ്യാപിപ്പിച്ചിട്ടുള്ളത്. പൂക്കൃഷിയിലൂടെ രംഗത്ത് വന്നിട്ടുള്ള സംഘങ്ങളെ ജൈവ പച്ചക്കറി കൃഷിയിലേക്കും ജൈവ നെൽകൃഷിയിലേക്കും കൂടി പ്രയോജനപ്പെടുത്താനാണ് കർഷക കൂട്ടായ്മകൾക്ക് നേതൃത്വം നൽകുന്നവരുടെ ശ്രമം. കുന്നംകുളത്തെ ഈ മാതൃക കേരളമാകെ വ്യാപിപ്പിച്ചാൽ ഓണക്കാലത്ത് എല്ലാവർക്കും ന്യായമായ വിലയ്ക്ക് പൂക്കൾ ലഭ്യമാക്കാം. കോഴിക്കോട് പന്തീരങ്കാവിലെ ഭാസ്കരൻ എന്ന കർഷകനെക്കുറിച്ചാണ് മണ്ണിലിനി. 70-ാം വയസ്സിലും പശു വളർത്തലിലും കൃഷിയിലും സന്തോഷം കണ്ടെത്തുകയാണ് ഈ കർഷകൻ. കോഴിക്കോട് പന്തീരങ്കാവ് സ്വദേശി ഭാസ്കരന് പ്രായം 70-ആയി. ഈ പ്രായത്തിലും കൃഷിയാണ് എല്ലാം. പശു വളർത്തലിൽ നിന്നാണ് മുഖ്യ വരുമാനം. സമീപത്തെ 70ഓളം വീടുകളിൽ വർഷങ്ങളായി ഭാസ്കരനാണ് പാൽ കൊടുക്കുന്നത്. രാവിലെ 4 മണിക്ക് തന്നെ ഈ കർഷകന്റെ ദിനചര്യകൾ തുടങ്ങും. രാവിലെ ഒരു 4 മണിക്ക് ഞങ്ങൾ എന്നിട്ട് പശുവിനെ തൊഴുത്തൊക്കെ നന്നാക്കി കുളിപ്പിച്ച് എന്നിട്ട് പിന്നെ കറക്കും. പിന്നെ പാല് ഒക്കെ കൊണ്ടു കൊടുത്ത് വന്നിട്ട് രണ്ടാമതും ഒന്ന് നല്ലോണം കഴുകി കുളിപ്പിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒക്കെ കഴിച്ച് കണ്ടത്തിലൊക്കെ കിട്ടും മരത്തോട്. പിന്നെ രണ്ടാമത് 12 മണിക്ക് തിരിച്ച് അലയിൽ തന്നെ കിട്ടും. 5 പശുക്കൾക്കാണ് ഇപ്പോൾ കറവയുള്ളത്. പ്രതിദിനം ശരാശരി 50 ലിറ്റർ പാൽ ലഭിക്കും. വീടുകളിൽ നൽകുന്ന പാലിന് ലിറ്ററിന് 45 രൂപ വില ലഭിക്കുന്നുണ്ട്. ഓരോ വർഷവും ഉപഭോക്താക്കൾ തന്നെ ഭാസ്കരന് വില വർദ്ധിപ്പിച്ച് നൽകും. രാവിലെ സൊസൈറ്റിക്ക് കൊടുക്കും. സൊസൈറ്റിയിൽ രാവിലെ കൊണ്ടുപോയി കൊടുക്കും. പിന്നെ ഒരു 70 വീടുകൾ മുമ്പേ പോരുന്നതാണ് സ്ഥിരമായിട്ട്. ആ 70 വരയിൽ നമ്മൾ കൊണ്ടു കൊടുക്കും സ്ഥിരമായിട്ട്. മെച്ചം പറഞ്ഞാൽ ഇവിടെ ഇവർ പിന്നെ നമ്മൾ പറഞ്ഞിട്ടല്ല, ഇവർ 45 ലിറ്ററിന് 45 രൂപ വെച്ചിട്ട് നമ്മൾ തരുന്നുണ്ട് ഈ വീട്ടുകാർ. അതേ സ്ഥാനത്ത് ഓരോരോ വർഷം അങ്ങനെ കഴിയുന്നതിനനുസരിച്ച് ഇങ്ങനെ മാസം കൂടുമ്പോൾ ഓല് തന്നെ ഇതാക്കി തരും. ക്ഷീരകർഷകൻ എന്ന നിലയിൽ സർക്കാരിന്റെ ഒരാനുകൂല്യവും ഭാസ്കരന് ലഭിച്ചിട്ടില്ല.
പുതിയ തൊഴുത്തു പണിയാൻ തന്നെ 1,30,000 രൂപയോളം ചെലവായി. $85 സെന്റ് സ്ഥലമാണ് ഭാസ്കരന് സ്വന്തമായിട്ടുള്ളത്. ഇതോടൊപ്പം 2 ഏക്കറോളം ഭൂമി പാട്ടത്തിനും എടുത്തിട്ടുണ്ട്. നേന്ത്രവാഴയാണ് മുഖ്യ കൃഷി. ഇത്തവണ 1500ഓളം വാഴ നട്ടിട്ടുണ്ട്. വാഴകൃഷിക്ക് ചാരമാണ് അടിവളമായി ഉപയോഗിക്കുന്നത്. പിന്നീട് രാസവളവും നൽകും. ദിവസം കൂടുമ്പോൾ വളമിടും. വളം ആദ്യം ഈ ചാരം വെണ്ണീര് കൊടുത്തിട്ട് പിന്നെ തോല് വെണ്ണീരൊക്കെ കൊടുത്തിട്ട് പിന്നെ രാസവളം കൊടുക്കും. രാസവളം പിണ്ണാക്ക് കൊടുക്കും. പിണ്ണാക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് രാസവളം അതിൻ്റെ മേലെ കൊടുക്കും. അടിവളം ആദ്യം കൊടുക്കുമൊക്കെ, എന്നിട്ടാണ് കൊടുക്കുക രാസവളം. ഒരു 800-900 ഗ്രാം വരെ കൊടുക്കും രാസവളം ഒരു വാഴക്ക്. വാഴക്കന്ന് പുറത്തുനിന്ന് വാങ്ങുന്ന പതിവില്ല. കുല വെട്ടിയ ശേഷം കന്ന് പറിച്ചു വെക്കുകയാണ് പതിവ്. ഇത് ഞങ്ങൾ മറ്റേ ഇങ്ങനെ കന്ന് വാങ്ങിക്കുന്ന കന്നല്ല, ഒരൊറ്റ പ്രാവശ്യം കന്ന് വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾ തന്നെ ഈ കന്ന് തന്നെ പൊരിച്ചിങ്ങാണ്ട് കുഴിച്ചിടും. ഇതും തന്നെ പൊരിച്ചിങ്ങാണ്ട് വേറെ വെക്കുക ചെയ്യുക. കൊല വെട്ടി കഴിഞ്ഞിട്ട് എന്നിട്ട് ഈ കന്നിനെ മാന്തിയിട്ട് വേറെ കുഴിച്ചിടുക. ഒരു പ്രാവശ്യമേ വാങ്ങിയുള്ളൂ കന്ന്. നേന്ത്രവാഴയിലെ വണ്ട് ശല്യത്തെ സോപ്പ് ഉപയോഗിച്ചാണ് ഈ കർഷകൻ പ്രതിരോധിക്കുന്നത്. പോളയിൽ സോപ്പ് വെച്ചാൽ അത് ഒലിച്ചിറങ്ങി വണ്ടിനെ അകറ്റി നിർത്തും. എന്നാൽ ഈ മാർഗം മഴക്കാലത്ത് മാത്രമേ ഗുണം ചെയ്യൂ എന്ന് ഈ കർഷകൻ പറയുന്നു. കന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്തു നോക്കിയില്ല. പിന്നെ ഞങ്ങൾ രണ്ടാമത് ഈ കൂടുതലായിട്ട് മഴക്കാലത്ത് ഈ സോപ്പ്, പതറുള്ള സോപ്പ് മുറിച്ചിട്ട് കുരലിങ്ങനെ കൊടുക്കുക, പോളയെ കൊടുക്കുക, ഈ പുഴു വണ്ട് കുത്തുന്നതിന്. അതുകൊണ്ട് കുറച്ചൊക്കെ ഒരു മാറ്റം കാണുന്നുണ്ട്. വേനൽക്കാലത്ത് ചെയ്തിട്ട് കാര്യമില്ല. വാഴയ്ക്കൊപ്പം ഇടവിളയായി ചേമ്പും ചേനയുമെല്ലാം ഭാസ്കരൻ കൃഷി ചെയ്യുന്നു. ഇവയ്ക്കെല്ലാം ചാണകമാണ് മുഖ്യവളം. കീടനാശിനിയായി ഗോമൂത്രവും വേപ്പിൻ കഷായവും ഉപയോഗിക്കുന്നു. കൃഷിയിടത്തിലെ ഒരു ജോലിക്കും ആളെ വയ്ക്കാറില്ല എന്നതാണ് ഈ കർഷകന്റെ പ്രത്യേകത. ഈ പ്രായത്തിലും മിക്കവാറും ജോലികൾ സ്വന്തം ചെയ്യും. കൂടെ സഹായിക്കാൻ മക്കളും എത്തും. മണ്ണിലിനി കാർഷിക മേഖലയിൽ നിന്നുള്ള അറിയിപ്പുകൾ. ഗ്രോ ബാഗുകളിൽ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇത്തവണ.
ആവശ്യത്തിന് സ്ഥലമുള്ളവരും ഇല്ലാത്തവരും ഇപ്പോൾ പച്ചക്കറി കൃഷി ചെയ്യാൻ ഗ്രോ ബാഗുകളാണ് വ്യാപകമായി ഉപയോഗിക്കുന്നത്. ഗ്രോ ബാഗിൽ നടിയിൽ മിശ്രിതം നിറയ്ക്കുമ്പോൾ 1/4 ഭാഗം മാത്രമേ നിറയ്ക്കാവൂ. മണ്ണ്, ചാണകപ്പൊടി, ചകിരിച്ചോറ് എന്നിവ ഒരേ അനുപാതത്തിൽ കൂട്ടിച്ചേർത്ത നടിയിൽ മിശ്രിതം തയ്യാറാക്കാം. മണ്ണിര കമ്പോസ്റ്റോ വേപ്പിൻ പിണ്ണാക്കോ ഈ മിശ്രിതത്തിൽ ചേർക്കുന്നത് ചെടികളുടെ വളർച്ചയ്ക്ക് സഹായമാകും. ഗ്രോ ബാഗിൽ മിശ്രിതം നിറച്ചു കഴിഞ്ഞാൽ പച്ചക്കറി തൈകൾ നടാം. പച്ചക്കറി വിത്തുകൾ ഗ്രോ ബാഗിൽ തന്നെ മുളപ്പിച്ച് തൈകൾ പറിച്ചു നടുകയും ചെയ്യാം. നടിയിൽ മിശ്രിതത്തിൽ ആവശ്യത്തിന് വളം ചേർക്കുന്നതിനാൽ ചെടികൾക്ക് ആദ്യഘട്ടത്തിൽ വളപ്രയോഗം ആവശ്യമില്ല. പിന്നീട് ചെടികളുടെ വളർച്ചയുടെ വിവിധ ഘട്ടത്തിൽ വളപ്രയോഗം നടത്താം. മണ്ണിൻ്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. മണ്ണിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാനും മുൻ എപ്പിസോഡുകൾ കാണാനുമായി ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജായ facebook.com/reportermanna സന്ദർശിക്കുക.